Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ്, what are the different concepts of managerial economics, then demand and supply analysis, what do you mean by demand, what are the different types of demands and what are the factors which determines the demands മുതലായ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ ഉള്ളത് എക്സെപ്ഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്, ദെൻ സപ്ലൈ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻസ് ദ സപ്ലൈ. അതിൽ ഒന്നാമതായിട്ടുള്ളതാണ് വാട്ട് യു മീൻ ബൈ ലോ ഓഫ് ഡിമാൻഡ്, ചോദനത്തിൻ്റെ നിയമം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, പറഞ്ഞതാണ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ മൈക്രോ എക്കണോമിക് ലോ. മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു ലോയാണ് ഈ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്നുള്ളത്. അതിങ്ങനെയാണ് പറയുക: all other factors being equal, as the price of a good or services increases, consumer demand for the good or service will decrease and vice versa. സാധനങ്ങളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു പ്രസ്താവനയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ്? സാധനങ്ങളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു, സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് there is an inverse relationship between price and demand. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു വിപരീത ബന്ധമാണ് ഉള്ളത്. അപ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ഒരു പ്രൊവിഷൻ അവിടെ പറയുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ സാധനങ്ങളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ എന്താണ് ഈ മറ്റ് കാര്യങ്ങൾ എന്നുള്ളത്? ഇതിനെയാണ് നമ്മൾ എക്സെപ്ഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ലോ ഓഫ് ഡിമാൻഡിന് അപവാദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, ഈ അപവാദങ്ങൾ ഒഴിച്ചാൽ, ഈ അപവാദങ്ങൾ ഇല്ലെങ്കിൽ സാധനങ്ങളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഈ അപവാദങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാരണങ്ങൾ സംഭവിക്കുമ്പോൾ ആണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ? വില കുറഞ്ഞാലും ഡിമാൻഡ് വർദ്ധിക്കില്ല, വില കൂടിയാലും ഡിമാൻഡ് കുറയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ അതൊക്കെയാണ് നോക്കുക. അതിൽ ഒന്നാമത് പറയുന്നതാണ് ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്നുള്ളത്. Then these items are named by Robert Giffen. It is called Giffen goods, or inferior goods are called Giffen goods. അപ്പോൾ ഗിഫൺ ഗുഡ്സ് എന്ന പേര് വന്നിട്ടുള്ളത് ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിച്ച റോബർട്ട് ഗിഫന്റെ പേരിൽ നിന്നാണ്. അപ്പോൾ റോബർട്ട് ഗിഫൺ എന്ന ആളിൻ്റെ പേരിൽ നിന്നാണ് വില കുറഞ്ഞ വസ്തുക്കൾക്ക് ഗിഫൺ ഗുഡ്സ് എന്ന പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ലോ പ്രൈസ്ഡ് ഗുഡ്സിനെയാണ്, ഇൻഫീരിയർ ഗുഡ്സിനെയാണ് നമ്മൾ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുക. നമുക്കറിയാം എന്തൊക്കെയാണ് ഈ വില കുറഞ്ഞ വസ്തുക്കൾ. പ്രധാനമായിട്ടും വില കുറഞ്ഞ വസ്തുക്കൾ എന്ന് പറയുന്നത് ദെൻ ടപ്പിയോക്ക, പപ്പായ, സ്മോൾ ഫിഷസ്, കെറോസിൻ, ഇങ്ങനെയുള്ള പൊതുവെ ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ വില കുറഞ്ഞ വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞതുകൊണ്ട്, വില കുറഞ്ഞ സാധനങ്ങളുടെ വില വീണ്ടും കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നില്ല. അപ്പോൾ വില കുറഞ്ഞ വസ്തുക്കളുടെ വില വീണ്ടും കുറഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നില്ല. ഇപ്പോൾ കപ്പേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലെ മറ്റ് ചില വസ്ത്രങ്ങളൊക്കെ നമുക്കറിയാം. അത് നമ്മൾ ചിലപ്പോൾ വിപണിയിൽ പോയാൽ 10 രൂപേൻ്റെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 10 രൂപ എന്ന് ഹെഡിങ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ലേബൽ 10 രൂപേൻ്റെ ലേബൽ വെച്ചിട്ട് ചില സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. ആ സാധനം വീണ്ടും
അവരതിൻ്റെ വില മാറ്റി ഒരു 5 ഉറുപ്പ്യക്ക് വിൽക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും ഈ 10 രൂപേൻ്റെ സാധനങ്ങൾ 5 ഉറുപ്പ്യക്ക് കൂടുതലായി കച്ചവടമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊരു ആളുകളുടെ ഒരു സൈക്കോ എഫക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് പറയാം, വില കുറഞ്ഞ സാധനങ്ങളുടെ വില വീണ്ടും കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഡിമാൻഡ് വർദ്ധിക്കില്ല. അതാണ് ഇൻഫീരിയർ ഗുഡ്സ്. പിന്നെ പറയുന്നത് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ദ കമ്മോഡിറ്റീസ് ഓർ സർവീസസ് വിച്ച് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ ലൈഫ് ലൈക്ക് ഫുഡ് ഓർ മെഡിസിൻ ഓർ ആംബുലൻസ് സർവീസ് ഓർ ലോയേഴ്സ് ഫീസ് കനോട്ട് ബി ഡിക്രീസ്ഡ് ഈവൻ ദോ ദ പ്രൈസ് റൈസസ്. ചില സാധനങ്ങളുടെ, നമ്മുടെ നിത്യ ഉപയോഗത്തിനുള്ള ചില സാധനങ്ങളുടെ വില കൂടിയാലും ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് കുറയുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, ഇപ്പോൾ അരി അല്ലെങ്കിൽ എന്താ പറയുക പച്ചക്കറികൾ, നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നത് കൊണ്ട് ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് കുറയുന്നില്ല. മെഡിസിൻസ്, മരുന്നുകളുടെ അവസ്ഥ നമുക്കറിയാം. മരുന്നുകളുടെ വില വർദ്ധിച്ചാലും അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല. പിന്നീട് ആംബുലൻസ് സർവീസ്, ദെൻ വക്കീലിൻ്റെ ഫീസ്, ഇങ്ങനെയുള്ള സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വില കൂടുന്നത് കൊണ്ട് ഒരിക്കലും ഡിമാൻഡ് കുറയുന്നില്ല. പിന്നെ മൂന്നാമതായിട്ടുള്ളതാണ് സ്റ്റാറ്റസ് സിംബൽ കമ്മോഡിറ്റീസ്. സം കമ്മോഡിറ്റീസ് ആർ നെസസറി ഇൻ ലൈഫ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ്. ഫോർ എക്സാമ്പിൾ, വിയറിംഗ് ഗോൾഡ് ഓർണമെന്റ്സ് ബൈ ദ ബ്രൈഡ്സ് അറ്റ് എ ടൈം ഓഫ് വെഡിങ് ഈസ് എ സ്റ്റാറ്റസ് സിംബൽ ഇൻ കേരള. Even though the price of gold rises, the quantity is not reduced. ചില പദവി ചിഹ്നങ്ങളുള്ള വസ്തുക്കളുണ്ട്. ഇപ്പോൾ ആർഭാടം കൂടിയ വാഹനങ്ങൾ, അതുപോലെ ഗോൾഡ്, ഇവയുടെ വില കൂടിയാലും അതിൻ്റെ ഡിമാൻഡിന് യാതൊരുവിധ തടസ്സമില്ല, അല്ലേ? അപ്പം ഗോൾഡ്, വലിയ കാറുകൾ, അതുപോലെ ഡയമണ്ടുകൾ, ഇതിൻ്റെ എല്ലാം വില കൂടിയത് കൊണ്ട് ഒരിക്കലും ഡിമാൻഡ് കുറയുന്നില്ല. മറ്റൊന്ന് പ്രൈസ് എക്സ്പെക്ടേഷൻസ് ആണ്. If there is an expectation of rise in prices for a commodity, more of it will be purchased, and if an expectation of fall in price for a commodity. ഇനി അതുപോലെ മറ്റൊന്ന് ചില വിലയെ സംബന്ധിച്ച പ്രതീക്ഷകളാണ്. വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ഇനിയും വില കൂടും എന്ന ആ ഒരു വിചാരത്തിൽ ആളുകൾ സാധനങ്ങൾ കൂടുതലായി വാങ്ങുന്നു. അപ്പോൾ വില കൂടുമ്പോൾ അവിടെ എന്താണ്, സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഇനിയും വില കൂടുമെന്നുള്ള പ്രതീക്ഷയില്ല. അങ്ങനെയാണ്. ഇപ്പോൾ ഗോൾഡ് പോലെയുള്ള സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അത് വാങ്ങുന്നു. കാരണം എന്താണ്, ഇനിയും വില കൂടിപ്പോകുമോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഈ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ വില കൂടുമ്പോഴും അവിടെ ഡിമാൻഡിന് യാതൊരു കുറവും സംഭവിക്കുന്നു. അതുപോലെ വില കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങൽ മാറ്റിവെക്കുന്ന ഒരു പൊതു സ്വഭാവവും ഉപഭോക്താക്കളുടെ ഇടയിൽ ഉണ്ടാവാം. പിന്നെ മറ്റൊന്ന് ഇഗ്നോറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളുടെ അജ്ഞത. സംടൈംസ് ദ കമ്മോഡിറ്റി മേ ബൈ എ ഹയർ പ്രൈസ് ബട്ട് ദ കൺസ്യൂമേഴ്സ് മേ നോട്ട് ബി അവെയർ ഓഫ് ദാറ്റ്. ചില സന്ദർഭങ്ങളിൽ സാധനങ്ങളുടെ വില കൂടി ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് ഒരുപക്ഷെ ഉപഭോക്താക്കൾ അറിയണമെന്നില്ല. അപ്പോൾ അറിയാണ്ട് തന്നെ വളരെ വലിയ വില കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ സാധനങ്ങളുടെ വിലകളെ സംബന്ധിച്ച് പൊതുവെ ആളുകൾക്ക് വലിയ ധാരണ ഉണ്ടാവും. ടൗണുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ വില കൂടുതലായിരിക്കും. ടൗൺ പ്രദേശത്ത് ഈ സാധനങ്ങൾ വില കുറച്ച് കിട്ടുമെന്ന് അറിയാത്ത ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൂടിയ വിലയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇനി മറ്റൊന്ന് റിലീജിയസ് ആർട്ടിക്കിൾസ് ആണ്. മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. സം ഗുഡ്സ് ആർ പാർട്ട് ഓഫ് റിലീജിയസ് ബിലീഫ്. നമുക്കറിയാം, കുറേ സാധനങ്ങൾ നമ്മുടെ മതപരമായ വിശ്വാസത്തിന്, മതപരമായ ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഇപ്പം മിന്ന്, താലി, അതുപോലെ പൂജാ വസ്തുക്കൾ, അതുപോലെ ചർച്ച്, മോസ്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇവയുടെ വില കൂടിയാലും അതിൻ്റെ ഡിമാൻഡിന് യാതൊരുവിധ കുറവും സംഭവിക്കുന്നില്ല. 6ഓളം അപവാദങ്ങളാണ് ഈ ലോ ഓഫ് ഡിമാൻഡിനുള്ളത്. അപ്പോൾ ഈ 6ഓളം കാരണങ്ങളില്ലെങ്കിൽ പൊതുവെ എന്താ പറയുക, സാധനങ്ങളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു, സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഇനി നമുക്കതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് അനാലിസിസ് ഇൻ മാനേജീരിയൽ ഡിസിഷൻസ്.
The demand analysis is important to the business enterprise. They are source of many useful insights for business decision making. The success or failure of business firms depends primarily on its ability to generate resource by satisfying the demand of consumers. അപ്പോൾ ഡിമാൻഡ് കൃത്യമായി പ്രവചിക്കുന്ന ബിസിനസ്സിന് മാത്രമേ കൂടുതൽ വിജയം നേടാൻ വേണ്ടി സാധിക്കൂ. ഈ ഡിമാൻഡ് അനാലിസിസ് തീർച്ചയായും നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് മാർക്കറ്റിലെ വിൽപ്പനയെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിമാൻഡ് അനാലിസിസ് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ പ്രാധാന്യമാണ് മാനേജറിയൽ ഡിസിഷൻസിൽ, മാനേജറിയൽ തീരുമാനങ്ങളിൽ ഡിമാൻഡ് അനാലിസിസിനുള്ളതെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ്. സെയിൽസ് പ്രവചിക്കുക. അപ്പോൾ ഡിമാൻഡ് അനാലിസിസിലൂടെ അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. The demand is a basis of sales, so sales forecasting can be made on the basis of demand. If demand is high, sales will be high, and if demand is low, sales will be low. സെയിൽസ് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നത് ഒരു ഡിമാൻഡ് അനാലിസിസ് നടത്തുമ്പോഴാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുമ്പോൾ സെയിൽസ് വർദ്ധിക്കും, ഡിമാൻഡ് കുറയുമ്പോൾ സെയിൽസ് കുറയുകയും ചെയ്യും. അങ്ങനെ സെയിൽസ് വളരെ കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി ഡിമാൻഡ് അനാലിസിസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രൈസിംഗ് ഡിസിഷൻസ്. ദ അനാലിസിസ് ഓഫ് ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് പ്രൈസിംഗ് ഡിസിഷൻ ഓഫ് എ ഫേം. If the firm wants to achieve a sales target, it can reduce the price to increase demand for the product. അപ്പോൾ ഡിമാൻഡ് അനാലിസിസിന്റെ ഒരു ബേസ് ആണ് ശരിക്കും പ്രൈസിംഗ് ഡിസിഷൻ. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ മാത്രമാണ് ഒരു ബിസിനസ്സിന് ആഗ്രഹിച്ച സെയിൽസ് ടാർഗറ്റ് നേടാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ബിസിനസ് ആഗ്രഹിക്കുന്ന ഒരു സെയിൽസ് ടാർഗറ്റ് അതിന് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രൈസിംഗ് ഡിസിഷനാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. മറ്റൊന്ന് മാർക്കറ്റിംഗ് ഡിസിഷനാണ്. ദ അനാലിസിസ് ഓഫ് ഡിമാൻഡ് ഹെൽപ്സ് ദ ഫേം ടു ഫോർമുലേറ്റ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. ദ ഡിമാൻഡ് അനാലിസിസ് അനലൈസ് ദ മെഷേഴ്സ് ദ ഫോഴ്സസ് ദാറ്റ് ഡിറ്റർമിൻ ഡിമാൻഡ്. വിപണന സംബന്ധമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഡിമാൻഡ് അനാലിസിസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്, വിപണി പിടിച്ചെടുക്കുന്നത് ഒക്കെ ഈ ഡിമാൻഡ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ മറ്റൊരു ഘടകമാണ് പ്രൊഡക്ഷൻ ഡിസിഷൻ. How much a firm can produce depends on its capacity, but how much it should produce depends on demand. Production is not necessary if there is no demand. അപ്പോൾ ഉൽപാദന സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡിമാൻഡ് അനാലിസിസ് നോക്കിയിട്ടാണ്. ഡിമാൻഡ് അനാലിസിസ് നോക്കിയിട്ട് ഡിമാൻഡ് തീരെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡിമാൻഡ് അനാലിസിസ് പ്രൊഡക്ഷൻ തീരുമാനങ്ങളെ സഹായിക്കുന്നു, ഉൽപാദന തീരുമാനങ്ങളെ സഹായിക്കുന്നു. മറ്റൊന്ന് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ്. ദ ഡിമാൻഡ് കണ്ടീഷൻ ഇൻ ദ മാർക്കറ്റ് ഫോർ ദ ഫേംസ് പ്രൊഡക്ട്സ് അഫക്ട്സ് ദ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആസ് വെൽ. ഇഫ് ദ ഡിമാൻഡ് ഫോർ ഫേംസ് പ്രൊഡക്ട്സ് ഈസ് സ്ട്രോങ് ആൻഡ് ഗ്രോയിങ്, ദ നീഡ്സ് ഫോർ അഡീഷണൽ ഫിനാൻസ് വിൽ ബി ഗ്രേറ്റർ. അപ്പോൾ ചില സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഡിമാൻഡ് അനാലിസിസ് സഹായിക്കുന്നു. ഡിമാൻഡ് വളരെ അധികമുണ്ടെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കണം, അഡീഷണൽ ഫിനാൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡിമാൻഡ് അനാലിസിസ്. മറ്റൊന്ന് ഫോർമുലേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നയരൂപീകരണത്തിന് ഡിമാൻഡ് അനാലിസിസ് വളരെ സഹായകരമാണ്. The demand analysis helps government to formulate policies. If the government wants to reduce the consumption of a particular product, the price may be increased or tax may be levied. ഇപ്പോൾ നമുക്കറിയാം, ഈ ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യാം, കൂടുതൽ ടാക്സ് ഈടാക്കാം. അപ്പോൾ അവിടെ ഡിമാൻഡ് അനാലിസിസ് നടത്തിയിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ഈടാക്കി അതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെ ചില ഇപ്പോൾ ഖാദി പ്രൊഡക്റ്റുകൾ പൊതുവെ ഡിമാൻഡ് കുറഞ്ഞ സാധനമാണ്. അതിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില സബ്സിഡികളും ഡിസ്കൗണ്ടുകളും അനുവദിക്കുന്നു. അപ്പോൾ ഡിമാൻഡ് അനാലിസിസ് നടത്തിയിട്ടാണ് ഗവൺമെൻറ് ചില നയങ്ങൾ രൂപീകരിക്കുന്നത്. ഇതെല്ലാമാണ് ഡിമാൻഡ് അനാലിസിസിന് മാനേജീരിയൽ ഡിസിഷൻസിലുള്ള പ്രാധാന്യം.